ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മിനിസ്ട്രീസിൻ്റെ മന്ത് ഓഫ് പ്രയർ ഡിസംബർ മാസത്തിൽ നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ രണ്ടാം ദിവസം പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിക്കുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ മാസം മാറ്റിവെച്ച് എക്സൽ മിനിസ്ട്രീസ് വർഷങ്ങളായി ചെയ്തു വരുന്ന അനുഗ്രഹീത പ്രാർത്ഥനാ സമ്മേളനത്തിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ ഇതിന് നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു. ധാരാളമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും നാം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ ച്യുതി എല്ലാ മേഖലകളിലും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം. നമ്മുടെ യുവത എങ്ങോട്ട് പോകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ആശങ്കയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ സന്ദർഭത്തിലാണ് നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇപ്രകാരം സമയത്തെ മാറ്റിവെച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താവുകയും അത് ഫലം കാണുകയും ചെയ്തിട്ടുള്ളത് ഒട്ടനവധി അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ അനാത്മീയതയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ധാരാളം സാമൂഹിക പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. മദ്യവും മയക്കുമരുന്നും മാത്രവുമല്ല, അസാൻമാർഗികമായ ധാരാളം സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മുടെ തലമുറകൾക്ക് വെല്ലുവിളിയായി തീർന്നുകൊണ്ടിരിക്കുന്ന, അവരെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ തലമുറകൾക്ക് മാതൃകയായി തീരേണ്ടുന്ന, ആ തലമുറകളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടുന്ന, നേർവഴി കാണിക്കേണ്ടുന്ന ആത്മീയ ലോകം ഇന്ന് അധപ്പതനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കണ്ട് അലമുറയിട്ട് കരയുകയാണ് ഒട്ടനവധി ആളുകൾ. പ്രിയരെ, നാം ഒക്കെ ഇതിൻ്റെ നടുവിലും ഒരു കൂട്ടം ദൈവജനം കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ യുവതകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ നമുക്ക് സാധിക്കുന്നത്. അവരെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള ഒരു ഉത്തമമായ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, അതോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ഒരു പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ദൈവമിടയാക്കി തീർക്കും. ശൗമേൽ ബാലിന് വേണ്ടി കരഞ്ഞ ഒരു ഹന്നയെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുപോലെ സ്വയം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒട്ടനവധി ആളുകളെ കർത്താവ് മാനിച്ചിട്ടുള്ളതും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ നിലയിൽ ഈ ദിവസങ്ങളിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനും കരയുവാനും ഈ മാസത്തിൻ്റെ എൻഡ് അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനം നമുക്കതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ ദയവായിട്ട് നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജിജി ചാക്കോ തേക്കതോട്. എക്സൽ മിനിസ്ട്രീസിൻ്റെ ബൈബിൾ കോളേജിൻ്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം കർത്താവ് നൽകുന്ന ശുശ്രൂഷ മേഖലകളിൽ, വിവിധ മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം അവസരമൊരുക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഒരല്പ ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനൊക്കെ ആഗ്രഹിക്കുന്നു. ഒന്ന് ശൗമേലിൻ്റെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കാണാൻ കഴിയുന്നു. അവൻ സംസാരിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടിട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചു. ഇവിടെ വായിച്ച വേദഭാഗം സുപരിചിതമാണ്. ദാവീദിനെ സംബന്ധിച്ചുള്ള ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബൈബിളിലെ അനുഗ്രഹീതനായ ഒരു ഗായകനാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ വായിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. ഇനി ക്രൈസ്തവരല്ലാത്തവർ പോലും ദാവീദിൻ്റെ സങ്കീർത്തനത്തിലെ വേദഭാഗങ്ങൾ നാവിൽ ഉരുവിടാറുണ്ട്. അവർക്ക് ആശ്വാസം നൽകുന്ന അനവധി വേദഭാഗങ്ങളാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവും 12 ഗോത്രത്തെ 40 വർഷം ഭരിച്ച ഒരനിഷേധ്യനായ അനുഗ്രഹീതനായ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ദാവീദ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അത്ര സുഗമമായ വഴിത്താരകളിലൂടെ നടന്നു വന്ന ഒരാളല്ല ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇശായിക്ക് 8 മക്കളിൽ 8-ാമത്തവനായി ഏറ്റവും പ്രായം കുറഞ്ഞ ചെറു ബാലകനായിട്ടാണ് ദാവീദ് രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ശൗമേലിൽ ദൈവസന്നിധിയിലിരുന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ കരയുന്നു. 16-ാം അധ്യായം വായിക്കുമ്പോൾ ആ പ്രാർത്ഥന ഇതാണ്. ആ പ്രാർത്ഥന, ദൈവമേ, ശൗലിനെ രാജ്യസ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു എന്ന്. അതപ്പോൾ അറിഞ്ഞപ്പോൾ മുതൽ ഇരുന്ന് കരയുണ്ടായി. ഒരാളെ രാജ്യസ്ഥാനത്ത് നിന്ന് ദൈവം തള്ളിയപ്പോൾ, കസേറയിൽ നിന്ന് ദൈവം താഴെ ഇറക്കിയപ്പോൾ
ചെയ്ത ഒരൊറ്റ കാര്യം ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയായിരുന്നു, കണ്ണീരോട് പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മീയൻ അലമുറയിട്ട് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയത്തില്ല. ഏത് പ്രതിസന്ധി വരുമ്പോഴും പ്രാർത്ഥിക്കുവാനാണ് കഴിയുന്നത്. അപ്പോൾ ശൗമേലിൻ്റെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ദാവീദിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ശൗമേൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന, ദൈവമേ, ശൗലിനെ ആ അഭിഷേകത്തിൽ നിന്നും രാജസ്ഥാനത്ത് നിന്നും അങ്ങ് തള്ളിയെങ്കിൽ ഇനി ആരെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? അടിപിടിയും കടിപിടിയും കൈമുതലാക്കിയ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യത്തിൽ ദയവായിട്ട് ഓർപ്പിക്കട്ടെ, ഇവിടെ കരയുന്നവനെ ദൈവത്തിന് വേണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ശൗമേൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയാണ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ശൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു, അവനെ തള്ളി, ആ സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ശൗമേലിനോട് ദൈവം പറഞ്ഞു, നീ തൈലക്കൊമ്പെടുത്ത് പുറപ്പെടുക, ഞാൻ നിന്നെ ഒരു രാജാവിനെ കാണിച്ചു തരും, അല്ലെങ്കിൽ ഇശായിയുടെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇശായിയുടെ വീട്ടിലേക്ക് തൈലക്കൊമ്പ് എടുത്ത്, തൈലക്കൊമ്പെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പോലെ കന്നാസിലും കുപ്പിയിലും ഒന്നുമല്ല എണ്ണ ശേഖരിച്ച് വെക്കുന്നത്. അന്ന് കൊമ്പിനകത്താണ്. കൊമ്പിൻ്റെ ഒരു വശം അടഞ്ഞിരിക്കുകയും മറുവശത്ത് ഇവിടെ അതിൽ എണ്ണ ഒഴിച്ചാൽ അതിനകത്ത് ആ എണ്ണ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് കൊമ്പിനകത്ത് എടുത്ത തൈലവുമായിട്ട് ശൗമേൽ പോവുകയാണ്. വളരെ ചിലപ്പോൾ 1-2 ലിറ്റർ തൈലം ഒരു കൊമ്പിനകത്ത് കൊള്ളും എന്നാണ് പറയുന്നത്, വലിയ കൊമ്പുകളാണെങ്കിൽ. അപ്പോൾ അത്രയും എണ്ണയും എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്ന് എണ്ണയിൽ അഭിഷേകം ചെയ്യണം. ശൗലിൻ്റെ ഇശായിയുടെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യണം. അപ്പോൾ തന്നെ 2-3 പേര് ശൗലിൻ്റെ കൂടെ പട്ടാളത്തിലുണ്ട്. ശൗലിൻ്റെ പടക്കളത്തിൽ പടപൊരുതുവാനൊക്കെ ഉണ്ട്. പടച്ചട്ടയണിഞ്ഞ് നിൽക്കുന്ന, പടവാളി എന്തി നിൽക്കുന്ന ഇശായിയുടെ മക്കൾ 2-3 പേര് പട്ടാളത്തിലുണ്ട്. അവരിൽ ഒരാളെ അഭിഷേകം ചെയ്യാം എന്നായിരിക്കാം ചിലപ്പോൾ ശൗമേൽ വിചാരിച്ചത്. കാരണം അവൻ്റെ നീളമുണ്ട്, പൊക്കമുണ്ട്, അവൻ്റെ ശരീരാകൃതിയിലൊക്കെ വളരെ കരുത്തരായിരിക്കാം. അവരുടെ ഭംഗിയും യോഗ്യതയും ഒക്കെ കണ്ടിട്ട് അവരെ അഭിഷേകം ചെയ്യണമോ എന്ന് ശൗമേൽ ചിന്തിച്ചു കാണും. അപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, അവൻ്റെ പൊക്കം നോക്കരുത്, അവൻ്റെ യോഗ്യത നോക്കരുത്, അവൻ്റെ ബാഹ്യമായ യാതൊന്നും നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തള്ളിയ ഈ ജേട്ടന്മാരെ മുഴുവനും തള്ളി 7 എണ്ണത്തിനെ തള്ളി മാറ്റിയാണ്ട് അവിടെ നിർത്തിയേക്കുന്നു. അപ്പോൾ ദൈവം ഇശായിയോട് ശൗമേൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇനിയും നിൻ്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൻ്റെ മുൻപിൽ ദൈവം കരച്ചിലിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി ഒരുവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഒരുവനുണ്ട്, അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് കാടുകളിലാണ്, തോടുകളിലും കാടുകളിലും ആടുകളെ മേയിച്ച് നടക്കുന്ന ഒരു ആട്ടിടയനെ അന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിട്ട്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിട്ട്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടായിട്ട് ഇശായി പെട്ടെന്ന് വരുത്തുകയാണ്. ഇളയ മകനെ വരുത്തുന്നത് കണ്ടപ്പോൾ, അടുത്തു വന്നത് കണ്ടപ്പോൾ തന്നെ യഹോവയായ ദൈവം ശൗമേലോട് പറഞ്ഞു, ഞാനിവനെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ അഭിഷേകം വീണ് കഴിഞ്ഞ ശേഷമാണ് വീണ്ടും കാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങനെ അഭിഷേകം അപ്പോയിൻമെന്റ് കിട്ടിയാൽ ഉടനെ കസേറ പിടിച്ച് താഴെയിട്ട് കയറിയിരിക്കാമായിരുന്നു. എന്നാൽ ദാവീദ് വീണ്ടും 38 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വന്നു അഭിഷേകത്തിൻ്റെ തൈലം തലയിൽ വീണിട്ടും ആ കസേരയിൽ ഒന്ന് കയറിയിരിക്കാൻ. അങ്ങനെ കാടിൽ പോയി ആടുകളെ തീറ്റിയിട്ട് പിന്നീട് ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ ജ്യേഷ്ഠന്മാർ യുദ്ധക്കളത്തിലായിരിക്കുന്നതെന്നും അവിടെ പട പൊരുതാനൊക്കെ അവർ നിൽക്കുന്നതെന്നും ഒക്കെ അറിഞ്ഞിട്ട് അവർക്കല്പം ആഹാരവും സഹസ്രാധിപന് അല്പം ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ കൊണ്ടു കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാൻ ദാവീദിനെ പറഞ്ഞയക്കുന്നതാണ് നാം ഇവിടെ വായിച്ച രംഗം. സംഭവം ഇത്രയുമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനിയും അതിൻ്റെ സാഹചര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി അതിൻ്റെ സംഭവത്തിലേക്ക് കിടക്കുകയാണ്. ആ സംഭവം ഇതാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ കൊണ്ട് ആഹാരമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഈ മല്ലനായ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ടിട്ട് ദാവീദിൻ്റെ രക്തം തിളച്ചു. അഭിഷേകമുള്ളവന് വെല്ലുവിളി കേൾക്കുമ്പോൾ പടക്കളം വിട്ട് പാലായനം ചെയ്യത്തില്ല, അവൻ്റെ രക്തം തിളയ്ക്കുകയാണ്. അഭിഷേകമുള്ളവന് ശത്രുവിൻ്റെ വെല്ലുവിളി കേട്ടാൽ പേടിച്ചോടുന്നവനല്ല അഭിഷേകമുള്ളവൻ. അവൻ ചോദിക്കുകയാണ്, ഈ മല്ലനെ കൊല്ലുന്നവന് രാജാവ് എന്ത് പ്രതിഫലം കൊടുക്കും? അവന് പ്രതിഫലം അറിഞ്ഞാൽ മതി, കൊല്ലുന്ന കാര്യം അവനേറ്റു. അതാണ് അവൻ്റെ ചോദ്യം പ്രീസറോട്. ഇവനെ നശിപ്പിക്കുന്നവന് രാജാവ് എന്ത് പ്രതിഫലം കൊടുക്കും? ഇത് പലരുടെ ഇടയിൽ പറഞ്ഞു കേട്ട് ചേട്ടൻ്റെ ചെവിയിലെത്തിയപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ, ദാവീദിൻ്റെ ജ്യേഷ്ഠൻ ഏലിയാബ് തന്നോട് പറയുന്ന വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. നീ ഇവിടെ എന്തിന് വന്നു? നീ ഇവിടെ എന്തിനു വന്നു?
ഇന്ന് പകൽക്കാലം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നീ എന്തിനു വന്നു? അപ്പോൾ എന്നിട്ട് ആ ചോദ്യത്തിന് ആൻസർ ദാവീദ് പറയുന്നതിന് മുൻപേ ഏലിയാവ് തന്നെ പറഞ്ഞു, എനിക്കറിയാം നീ പട കാണാനല്ലേ വന്നത്, നിന്റെ അഹങ്കാരം അറിയാം, നീ ആടുകളെ ആരുടെ പക്കൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഈ ചോദ്യങ്ങളുടെ ഒരു ശരം ദാവീദിന് നേരെ എറിയുകയാണ്. അവിടെ വായിക്കുന്നത് ദാവീദ് അവനെ വിട്ടുമാറിയെന്നാണ്. വിമർശിക്കുന്നവൻ്റെ അടുത്ത് നിന്ന് വിമർശനം കേട്ടുകൊണ്ട് നിന്ന് സങ്കടപ്പെട്ട് കരയാനല്ല ദാവീദ് തയ്യാറായത്, അവനെ വിട്ടുമാറി. ദർശനമില്ലാത്തവനെ, കരുത്തില്ലാത്തവനെ, പഴി പറയുന്നവനെ, കുറ്റം പറയുന്നവനെ, വിമർശിക്കുന്നവൻ്റെ അടുത്ത് പോയി നിന്ന് വിമർശനം കേട്ട് മനസ്സ് തളരാനല്ല അഭിഷേകമുള്ള ഒരുവനെ ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ അവിടെ നിന്നും അവനെ വിട്ടുമാറി. ദാവീദ് അവനെ വിട്ടുമാറി. അവനോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനു വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ദാവീദിന് പറയാം, എടാ എൻ്റെ നിൻ്റെ കൂടെ ചാച്ചാ, എൻ്റെ നിൻ്റെ കൂടെ അപ്പച്ചൻ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പറയാം, അല്ല നിനക്ക് ഭക്ഷണം കൊണ്ടുതരാനാണ് ഞാൻ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ദാവീദ് അവനെ വിട്ടുമാറി. കാര്യം ദാവീദ് അതിനൊന്നും അല്ല വന്നത്. ഇശായി പറഞ്ഞിട്ടല്ല ദാവീദ് ഈ പടക്കളത്തിൽ വന്നതെന്ന് പിന്നീട് തെളിയിക്കുകയാണ്. ഇശായി സാങ്കേതികമായി പറഞ്ഞു വിട്ടിട്ടായിരിക്കാം വന്നതെങ്കിലും എന്നാൽ ദൈവം അയച്ചിട്ടാണ് ദാവീദ് ആ പടക്കളത്തിലേക്ക് വന്നത്. ഇന്ന് ഈ വേളയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. നീ എന്തിനാണ് ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതെന്ന് ചോദിച്ചാൽ, നീ എന്തിനാണ് കർത്താവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഇന്ന് ഈ മെസ്സേജിന് മുൻപിൽ വന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, എന്നെ എൻ്റെ ദൈവം നിയോഗിച്ചിട്ടാണ്. എൻ്റെ മേൽ ദൈവത്തിന് തന്ന ഒരു അഭിഷേകം കൊണ്ടാണ് എന്നെ എൻ്റെ ദൈവം ഇന്നത്തേക്ക് ഇസ്രായേലിന് വേണ്ടി ദൈവം എന്നെ അപ്പോയിൻമെന്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരാനിടയായി തീർന്നത്. അപ്പം കൊണ്ടു കൊടുക്കാനും മുന്തിരി കൊണ്ടു കൊടുക്കാനും വെണ്ണ കൊണ്ടു കൊടുക്കാനും ഒന്നുമല്ല അവിടെ ഞാൻ വന്നത്. പാലട കൊണ്ടു കൊടുക്കാനല്ല വന്നത്. ഈ വെല്ലുവിളിക്കുന്നവന് വെല്ലുവിളി ഏറ്റെടുക്കാനാണ് വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം, നീ വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നവനാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം നിനക്കുണ്ടാകണം. പലപ്പോഴും ആളുകൾ പരിഹസിച്ചേക്കാം, നിന്റെ തൊഴിൽ ഇന്നതാണ്, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇതേ നടക്കത്തുള്ളത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ഒരു നിയോഗം നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തിൽ നിന്നുകൊണ്ട് പറയണം, എൻ്റെ ദൈവം എന്നെ അയച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് എന്തിനാ വന്നത്? ദൈവം അയച്ചത് ജയിക്കാനാണ് അയച്ചത്. സ്തോത്രം. കഴിഞ്ഞ 40 ദിവസമായിട്ട് പരാജയത്തിന്റെ ഭീതിയിൽ താഴ്വരയിൽ പേടിച്ചിരണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ പടജനത്തിന്റെ മുൻപിൽ നിന്ന് പടനയിച്ച് വെല്ലുവിളിക്കുന്നവന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അവനെ പടക്കളത്തിൽ നിന്നും പാലായനം ചെയ്യിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ജയിക്കാനാ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നീ വന്നത് ജയിക്കാനാണോ അതോ പേടിച്ച് പടക്കളത്തിൽ പമ്മിയിരിക്കാനാണോ? ചേട്ടന്മാരൊക്കെ പമ്മിയിരിക്കുകയാണ്, ആളുകളൊക്കെ പമ്മിയിരിക്കുകയാണ്, അവരൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറഞ്ഞ, അഭിഷേക തൈലം തലയിൽ വീണവൻ, അഭിഷേകം ഉള്ളിൽ പ്രവേശിച്ചവന് വെല്ലുവിളി കേട്ടാൽ അത് ഏറ്റെടുക്കാനും ആ വെല്ലുവിളിയെ നേരിടാനുമുള്ള ഒരു കരുത്ത് അവനുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. അതുകൊണ്ട് ആളുകൾ എന്തും പറയട്ടെ, ആളുകൾ പറയുന്ന വിമർശനം കേട്ടുകൊണ്ട് അവിടെ നിൽക്കരുത്, മാറണം. വിട്ടുമാറിയെന്ന അവനെ വിട്ടുമാറി. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരെ വിട്ടുമാറിയിട്ട് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന ഒരു നിയോഗമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മൾ വിജയം പ്രാപിക്കാനിടയായിത്തീരുന്നത്. പ്രിയരെ, സഹോദരരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രീസലോട് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിന്നെ നിയോഗിച്ചെങ്കിൽ അത് വിജയിക്കാനുള്ള നിയോഗമാണ്, അത് തോറ്റോടാനുള്ള നിയോഗമല്ല. അതിനുശേഷം പ്രീസലോട് അവൻ എന്തിനാ വന്നത്? ഞാനൊരു സാക്ഷ്യം പറയാനാ വന്നത്. ശൗലിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ശൗല് വേണേൽ ചോദിക്കുക, നീ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ പറയാനൊരു മറുപടിയുണ്ട്, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ആ സാക്ഷ്യം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തി വിടുവിച്ച് ഉയർത്തിയെടുത്ത ഒരു ദൈവമുണ്ട്. ഒരിക്കൽ എൻ്റെ ആടുകളെ പിടിക്കാൻ ഒരു സിംഹവും മറ്റൊരിക്കൽ ഒരു കരടിയും ഇറങ്ങി വന്നു. രണ്ടിനെയും അതിനെ നിലത്തടിച്ചു കൊന്നു, ഒന്നിനെ വലിച്ചു കീറി കൊന്നു. ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യം പറയാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉന്നത്തെ വെല്ലുവിളികളെ നേരിടാനൊക്കെ ഇന്നലകളിലെ വെല്ലുവിളിയിൽ വിജയിച്ച ചില അനുഭവങ്ങൾ പറയാനുണ്ട്. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്, അതാണ് അനുഭവം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു പ്രാർത്ഥനയെങ്കിലും ദൈവം നിങ്ങളുടേത്
കേട്ട് നിങ്ങളെ വിടുവിച്ച അനുഭവം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസാധ്യമായ, നിങ്ങളെ കൊണ്ട് സാധിക്കാതിരുന്ന, നിങ്ങൾക്ക് അസംഭവീയമാണെന്ന് തോന്നിയ ഒരു വിഷയത്തിനെങ്കിലും ഇതുവരെ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് ഒന്നിനെങ്കിലും കർത്താവ് നിങ്ങളെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ, ആ അനുഭവം ഉണ്ടെങ്കിൽ, ആ അനുഭവ സാക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പറയണം, ഇനിയും ബാക്കിയുള്ളതിനും എൻ്റെ ദൈവം മതിയായവനാണെന്ന് പറയണം. ഇന്നലകളിൽ എന്നെ കൊണ്ട് സാധിക്കാതിരുന്ന, ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ നടക്കാതിരുന്ന, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതിരുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരികയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു, ഞാൻ അതിൽ നിന്ന് രക്ഷ നേടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തെന്നുള്ള ഉറപ്പുള്ള ദൈവപൈതൽ ഉറക്കെ പറയണം, ബാക്കിയുള്ളതിനും എൻ്റെ ദൈവം മതിയായവനാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. നിരാശയുടെ നീർച്ചുഴിയിൽ നിബന്ധിച്ച് നിരാലംബരായി ആരെന്റെ കൈക്കൊന്ന് പിടിച്ച് കരകയറ്റുമെന്നുള്ള നിരാശയോടെ കഴിയേണ്ടവരല്ല. ഇന്നലകളുടെ അനുഭവ സാക്ഷ്യം വെച്ചിട്ട് പറയണം, ഇന്നലകളിൽ എന്നെ വിടുവിച്ചവൻ ഇവനെ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. മൂന്നാമതായിട്ട് എന്തിനാ വന്നത്? ഒന്ന്, അവൻ വന്നത് ജയിക്കാനാ വന്നത്. രണ്ട്, അവൻ വന്നത് അവൻ്റെ ഒരു സാക്ഷ്യം പറയാനാ വന്നത്. അത് ഇസ്രായേൽ ജനതയോട് ചേർത്ത് ആ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ ദൈവം വിടുവിച്ചൊരു സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. മൂന്ന്, എന്തിനാ വന്നത്? ശൗലെ പടച്ചട്ടയില്ലാതെ, പടവാളില്ലാതെ, പരിചയക്കാരൻ മുന്നിൽ നടക്കാതെ, പടക്കളം പരിശീലിച്ച് പരിചയമില്ലാതെ പട ജയിക്കാൻ അറിയാമെന്ന് തെളിയിക്കാനാ വന്നത്. എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുന്നതിന് അർത്ഥം ഇതേ ഉള്ളൂ, ജയിക്കാൻ നീ തരുന്ന ഒന്നും എനിക്ക് വേണ്ട, ജയിക്കാൻ നീ തരുന്നതൊന്നും എനിക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കേൾക്കണം, നമുക്കില്ലാത്തതൊന്നും ഓർത്ത് നിരാശപ്പെടണ്ട. നമുക്ക് വലിയ ഡിഗ്രി ഇല്ലെന്ന് ഓർത്ത് നിരാശപ്പെടണ്ട, വലിയ ധനമില്ലെന്ന് ഓർത്ത് നിരാശപ്പെടണ്ട, നിനക്കൊരു ഗോഡ് ഫാദർ ഇല്ലെന്ന് ഓർത്ത് നീ നിരാശപ്പെടണ്ട, നിന്നെ കൈപിടിച്ചുയർത്താൻ ആരുമില്ലെന്ന് ഓർത്ത് നിരാശപ്പെടണ്ട, പാരമ്പര്യമില്ലെന്ന് ഓർത്ത് നിരാശപ്പെടണ്ട. ഇതൊന്നും ഇല്ലാതെ ദൈവം നിന്നെ സക്സസ് ആക്കാൻ മതിയായവനാണ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, ജയത്തിന് കുതിര വ്യർത്ഥമത്രേ, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല. ആ കാര്യം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ കയ്യിൽ ഇല്ലാത്തതൊന്നും വേണ്ടാത്തതാണ്. ദൈവസനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനെ ദൈവം ഉപയോഗിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായാൽ മതി. പടച്ചട്ട കൊടുത്തു നോക്കി, പടവാള് കൊടുത്തു നോക്കി, ഹല്ലേലൂയ, ആ തലയിൽ പിന്നെ വലിയ തൊപ്പി വെച്ച് കൊടുത്തു നോക്കി, ഇരുമ്പ് ആയുധങ്ങൾ കൊടുത്തു നോക്കി. ഇതൊക്കെ ഇട്ടിട്ട് ശൗലിന് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഇട്ട് എനിക്ക് ശീലമില്ലാത്തതൊന്നും വേണ്ട, ദൈവാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. പലപ്പോഴും പരിചയിച്ച് ശീലിച്ച പലതുമായിട്ട് പലരും പടക്കളത്തിൽ ഇറങ്ങി പരാജയപ്പെട്ട് കിടക്കുമ്പോൾ, ഭയപ്പെട്ട് കിടക്കുമ്പോൾ, ശീലമില്ലാത്തവനെ കൊണ്ട് ദൈവം വലിയവ ചെയ്യിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഈ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, ഞാൻ എന്തിനാ വന്നത് എന്ന് ഒരുമിച്ച് പറയാൻ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തിനാ വന്നത്? ഞാൻ വന്നത് ഇല്ലാത്തതൊന്നും, ദൈവം എനിക്ക് തരാത്തതൊന്നും, ശീലിക്കാത്തതൊന്നും വേണ്ട എന്ന് തെളിയിക്കാനാണ് വന്നത്. ലോകം പലതും ശീലിച്ചും പരിചയിച്ചും പഠിച്ചും വെച്ചിരിക്കുകയാണ്. ഇന്നതുണ്ടെങ്കിലേ ജയിക്കുകയുള്ളൂ എന്ന് പറയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്നാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ അർത്ഥം, അതിന് കൃപ എന്ന ആർപ്പൂടെ ആണിക്കല്ല് കയറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയണം. അവിടെയാണ് ശൗൽ അത് ലജ്ജിപ്പിച്ചുകൊണ്ട് ദാവീദ് മുന്നേറുന്നത്. അവൻ പറയാണ്, ഈ പടച്ചട്ടയൊക്കെ നിന്റെ കയ്യിൽ വെച്ചു, എനിക്ക് വേണ്ട നീ. കാരണം എന്നെ ജയിപ്പിക്കാൻ നിന്റെ പടച്ചട്ടയും പടവാളുമല്ല, ഒരു തല അറുത്തെടുക്കാൻ, മല്ലനായ ഗോലിയാത്തിന്റെ തല അറുത്തെടുക്കാൻ കയറി ചെല്ലുന്ന ദാവീദിന്റെ കയ്യിൽ ഒരു പടവാളില്ല. അവൻ്റെ വാള് തന്നെ ഊരിയാണ് അവനെ വെട്ടുന്നതെന്ന് നമ്മളവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ, ആ യുദ്ധത്തിൽ ദാവീദ് ജയിച്ചത് വെല്ലുവിളിച്ചു നിന്ന, പല്ലിളിച്ചുകൊണ്ട് നിന്ന ആ മല്ലനായ ഗോലിയാത്തിനെ ജയിച്ചത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. പിന്നീട് നമ്മൾ തിരിച്ച് പഠിക്കുമ്പോൾ എന്തിനാ വന്നതെന്നറിയാമോ? പ്രീസറോട് എന്തിനാ വന്നതെന്നറിയാമോ? അവിടെയാണ് നാം വീണ്ടും പഠിക്കുന്നത്. അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്ദിച്ച ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. യഹോവയുടെ നാമം ഉയർത്താനാണ് ഞാൻ വന്നത് എൻ്റെ പേര് ഉയർത്താനല്ല, എൻ്റെ അപ്പൻ്റെ പേര് ഉയർത്താനല്ല, എൻ്റെ 2-3 ചേട്ടന്മാരുടെ പേര് ഉയർത്താനല്ല, കുടുംബ പാരമ്പര്യം ഉയർത്താനല്ല ഞാൻ വന്നത്
ഇന്നത്തെ ജയം എൻ്റെ ദൈവത്തിന് കൊടുക്കാനാണ് ഞാൻ വന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നീ വന്നത് യേശുവിൻ്റെ നാമം ഉയർത്താനാണ്. ഹല്ലേലൂയ, സ്തോത്രം. മലനായ ഗോലിയാത്ത് പലവിധ പേരുകൾ കൊണ്ട് ദാവീദിനെ ആക്ഷേപിക്കാൻ നോക്കുന്നുണ്ട്. നായെന്ന് പോലും പ്രീസ്തലോട് തിരിച്ച് സംബോധന ചെയ്യത്തക്ക വിധത്തിൽ പ്രീസ്തലോട് അവനെയോട് പരിഹസിക്കുന്നുണ്ട്, പല വിധത്തിൽ ആക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞു, നീ നിന്ദിച്ച യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നവനെ ദൈവം ഉയർത്തും. പ്രീസ്തലോട് ദാവീദ് ഒരിക്കലും പറഞ്ഞില്ല ഈശായിയുടെ മകൻ ഈശായിയുടെ നാമത്തിൽ വരുന്നെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ദാവീദ് ഗോത്രത്തിൽ, ഞങ്ങൾ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് യഹൂദയുടെ നാമത്തിൽ വരുന്നെന്ന് പറഞ്ഞില്ല. ആ പ്രീസ്തലോട് തനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ആമേൻ, യഹോവയുടെ നാമത്തിൽ ഞാൻ വരും. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിയിട്ടുള്ള ഒരുത്തരെയും ദൈവം ലജ്ജിപ്പിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവവേദിയിലെ പ്രാർത്ഥനയുടെ ഫലമാണ് ദാവീദ്. ഒരു ശൗമേലിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ശൗമേൽ ഒരു ഹന്നയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രീസ്തലോട് ശൗമേലിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒരു ദാവീദ് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറകളെ മാനിക്കാൻ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നീ ആർക്കു വേണ്ടി കരയുന്നോ അവരെ വലിയവരാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ ഇവിടെ വന്നത് എന്തിനാ ഈ കൂട്ടായ്മയിലേക്ക്, എന്തിനാ ഈ ആരാധനയിലേക്ക് വന്നത്, എന്തിനാ ഈ വിശ്വാസത്തിലേക്ക് നീ കാൽച്ചുവടുകൾ വെച്ചത്? പണം സമ്പാദിക്കാനാണോ? നീ പ്രീസ്തലോട് ഹല്ലേലൂയ എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ നേടാനാണോ? ജോലി കിട്ടാനാണോ? ഇതൊന്നുമല്ല. പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഞാൻ വന്നത് സക്സസ് ആകാനാണ്, ഞാൻ വന്നത് ജയിക്കാനാണ് വന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജയിക്കാൻ വന്നവരെ വിജയിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നിന്നെ വിളിച്ചവൻ്റെ ഉദ്ദേശത്തിലേക്ക് ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.